ഹായ്, അപ്പോൾ നമ്മൾ ചിക്കൻ കറിയാണ്. നാളെ കാറിൻ്റെ ഒരു വീഡിയോ വരുന്നുട്ടാ. അപ്പോൾ എല്ലാവരും കണ്ടോളാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ ഒരു ചെറിയൊരു ടീസ്പൂൺ മഞ്ഞൾ, ആവശ്യത്തിനും ഉപ്പും, പിന്നെ നമ്മൾ ഇത്രയും ഈ സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് തൈരും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ആയി കിട്ടും. നമ്മളൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ആയി കിട്ടും. എന്നിട്ട് നമുക്കിത് കുറച്ച് റെസ്റ്റിന് വയ്ക്കാം. ഇനി മറ്റൊരു സമയത്ത് നമുക്ക് ഉരുളിയിൽ നമുക്ക് കുറച്ച് എണ്ണ ചൂടാവാൻ വെക്കണം കേട്ടോ. എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ മുന്തിരിയൊക്കെ എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് ഉള്ളി കുനുകുന അരിഞ്ഞ് വെച്ചല്ല, ഇതുപോലെ അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനെണ്ണ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നാളെ നോമ്പ് തുറക്കണ കാര്യം കൊണ്ടാണ് ഇന്ന് ചിക്കനൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് ഉള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടാ. അപ്പോഴേക്ക് നമ്മൾ ചെറിയ മീനൊക്കെ നമ്മൾ തിന്നുന്നുണ്ട്. അങ്ങനെ നമ്മളെ കറിയിപ്പിക്കുന്ന സവോള വാണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാടാനായിട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നും ഇളക്കി കൊടുക്കണ്ട, മൂത്ത് തന്നെ ആയിരിക്കും. ഈ ഗോൾഡൻ ബ്രൗൺ ആയിരിക്കുന്നത് ഇളക്കി കൊടുക്കണം. നമ്മളതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടുണ്ട്. അടിക്ക് പിടിക്കാന്ന് മതി വേണ്ട. അതിലേക്ക് നമ്മൾ അത്യാവശ്യം കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ആവശ്യമനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ അരയ്ക്കാനായിട്ട് ന്യൂ ജനറ്റിക് മിക്സിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് കേട്ടോ. മാന്ത്രിക കല്ല്, ഇതിലാണ് എല്ലാം അരയ്ക്കണത്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പേസ്റ്റ് ആക്കാനാട്ടോ. ആവശ്യത്തിന് 3 ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറുത്. പിന്നെ അതിൽ നമ്മൾ ഒരു കുറച്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ചരയ്ക്കാൻ തുടങ്ങാം. ചിക്കൻ കറി ഉണ്ടാക്കണേ. അപ്പോൾ നമുക്ക് കുറച്ച് തക്കാളി അരിഞ്ഞിടണം കേട്ടോ. ഒരു തക്കാളി മതി. നമുക്ക് കുറച്ച് മല്ലിയല്ല നമ്മൾ ഇതുപോലെ എൻ്റെ തണ്ട് മുറിച്ച് ഇതുപോലെ എടുക്കണം. നല്ല മണം ഈ സാധനത്തിൽ കറിയിൽ എടുക്കും. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ന്യൂ ജനറ്റിക് മിക്സിയിലിട്ട് അരച്ച് വെച്ച സാധനം നമ്മൾ അരച്ചോടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് നമുക്ക് ഈ ചരച്ച സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ മാറ്റി വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൂപ്പിച്ച് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 3/4 ടേബിൾ സ്പൂൺ ഇട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ. ശേഷം ഉപ്പ് ആവശ്യത്തിനിടാം. നമ്മൾ നേരത്തെ ഇട്ടുകൊണ്ട് നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കൊടുക്കാം. കുറച്ച് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് ഇട്ടാൽ എരിവ് ഉണ്ടാവില്ല. എരിവാണെങ്കിൽ സാധാരണ മുളക് തന്നെ വേണം. നമുക്ക് എരിവ് നോക്കിയിട്ടിടാം. ഇനി കുറച്ച് മസാലപ്പൊടി. വീട്ടിലാണ് ഉണ്ടാക്കുന്നതാണ് നല്ലത് ചിക്കൻ മസാല. അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാം. നമുക്കിനി നല്ലോണം ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുന്ന വരവയ്ക്ക് കൊടുത്താൽ അതിലേക്ക് ചിക്കൻ ഇതാക്കാൻ വെച്ച വെള്ളം, ചിക്കൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒപ്പം ചിക്കനും
നല്ലോണം പച്ചമുളക് വളർത്തിയിട്ടാണ് ചിക്കൻ ഇടണം. മസാല പറ്റി മാരിനേറ്റ് ചെയ്യാൻ പറ്റിയ ചിക്കൻ ഇട്ടുന്നുണ്ട്. ഇളക്കാൻ അപ്പോൾ ചിക്കൻ കഴുകിയ ചിക്കൻ മസാല ആക്കിയ പാത്രത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഗ്രേവി കൂടണമെങ്കിൽ വെള്ളം ഒഴിക്കാം. ഗ്രേവി വേണ്ട, ഇത് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ വെള്ളം കുറച്ച് ഒഴിക്കാം. ഏകദേശം നമ്മളിതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. നമ്മളിനി അതിലേക്ക് ഒരു ഡെക്കറേഷനായിട്ട് നമ്മൾ കുറച്ച് മല്ലിയില അതുപോലെ നല്ലതോട് കൂടിട്ടോ നമുക്കിതിന് നല്ലൊരു ഭംഗി വരും. അടിപൊളി. അപ്പോൾ നമ്മുടെ സാധനം തയ്യാറായിട്ടുണ്ട്. ബൈ.